ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ ബാക്കി നിൽക്കെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക ഈ ചൊവ്വാഴ്ച പുറത്തിറക്കും. ബീഹാറിലെ കുറ്റകൃത്യങ്ങളും പോലീസിലെ വീഴ്ചയും ഉയർത്തി കാണിച്ച് NDAയുടെ ജംഗിൾ രാജ് ആരോപണത്തിന് മറുപടി നൽകാനാണ് മഹാസഖ്യത്തിന്റെ നീക്കം. വിനീത വിജയ് പാറ്റ്നയിൽ നിന്നും തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. സൂചിപ്പിച്ച പോലെ തന്നെ ഏതാണ്ട് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ തെരഞ്ഞെടുപ്പിന് കൂടുതൽ പ്രചാരണ രീതി അത് കൂടുതൽ കടുപ്പിക്കാനും ശക്തമാക്കാനും തന്നെയാണ് മുന്നണികളുടെ ഒക്കെ തന്നെ തീരുമാനം. ഇന്നലെ പ്രധാനമന്ത്രി എത്തിയതോടുകൂടി NDAയുടെ പ്രചരണ പരിപാടികൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ഇതിനോടകം ബീഹാറിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികൾ, ജനകീയ പദ്ധതികളൊക്കെ ഉയർത്തിക്കാട്ടുന്നതിനൊപ്പം തന്നെ ഈ മഹാസഖ്യത്തിനെതിരെ ജംഗിൾ രാജ് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നാണ് NDA കൂടുതൽ പ്രചരണം കടുപ്പിക്കുന്നത്. അതേസമയം മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക ചൊവ്വാഴ്ച പുറത്തിറക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അത് ഏറ്റവും പ്രധാനമായും ഈ ജംഗിൾ രാജിന് മറുപടി നൽകുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ ഇതിനോടകം ബീഹാറിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന വീഴ്ചകൾ, ഒപ്പം തന്നെ കുറ്റകൃത്യങ്ങൾ, ഇതൊക്കെ ഉയർത്തിക്കാട്ടിയായിരിക്കും ആ പ്രകടന പത്രിക ഉണ്ടാവുക. ഒപ്പം തന്നെ ജനകീയ പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ആ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒപ്പം തേജസ്വി യാദവിനൊപ്പം രാഹുൽ ഗാന്ധിയും ഈ മഹാസഖ്യത്തിന്റെ ഈ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റാലികളിൽ പങ്കെടുത്തേക്കും. ആദ്യഘട്ടത്തിൽ പിന്നീട് മുതിർന്ന നേതാക്കളായ പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ബീഹാറിലേക്ക് എത്തി ആ പ്രചരണം കൂടുതൽ ശക്തമാക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു ചോദ്യം എന്ന രീതിയിലൊക്കെ ആദ്യഘട്ടത്തിൽ മഹാസഖ്യം ചോദിച്ചു, നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്നൊക്കെ NDAയുടെ ഒക്കെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഇരു മുന്നണികളും അവരുടെ മുഖ്യമന്ത്രി മുഖങ്ങൾ പുറത്തു കൊണ്ടുവന്നതോടുകൂടി കൂടുതൽ ശക്തമായി മുന്നോട്ട് നീങ്ങുകയാണ് ബീഹാറിലെ പ്രചരണം. അതിനോടകം നാളെ ഇനി CPIM-ന്റെ ഒരു സങ്കല്പ യാത്ര കൂടി ആരംഭിക്കുകയാണ്. CPIM വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ സങ്കല്പ യാത്ര നടത്തുന്നത്. സങ്കല്പ യാത്രയ്ക്ക് പിന്നാലെ തന്നെ CPIM-ന്റെ പ്രകടന പത്രികയും പുറത്തിറക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.